ഹായ് ഓൾ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മളിപ്പോൾ എന്ത് രീതിയിലുള്ള സ്നാപ്ചാറ്റ് നോക്കുന്നുണ്ടെങ്കിലും ഫേസ്ബുക്ക് നോക്കുന്നുണ്ടെങ്കിലും ഇൻസ്റ്റാഗ്രാം നോക്കുന്നുണ്ടെങ്കിലും AI ബന്ധപ്പെട്ട ഒരുപാട് കോഴ്സസ് ഉൾപ്പെടെ നമുക്ക് കാണാറുണ്ട്. എന്തിനാണ് നമ്മുടെ പ്രൊഡക്ട്സ് നോക്കുന്നുണ്ടെങ്കിൽ എന്ത് രീതിയിലുള്ള പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, അത് മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയിക്കോട്ടെ, AI റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സിലാണ് കൂടുതലും ഇപ്പോൾ നമുക്ക് ആഭിമുഖ്യം കാണാറുള്ളത്. AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ലൈഫിനെ ഈസി ആക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനമാണ്. അതായത് നമ്മളൊരു ടി വി ഉപയോഗിക്കുന്ന സമയത്ത് അതിൽ AI ഉണ്ടെങ്കിൽ നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാനും നമ്മുടെ അതുമായിട്ടുള്ള ഇൻട്രാക്ഷൻ വളരെ ഈസി ആക്കാനും ആ പെർട്ടിക്കുലർ AI ഫീച്ചർ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്തവണ LGയുടെ 2025 മോഡൽ വന്നതോടുകൂടി നമുക്കിതൊരു AI TV ആയിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് LGയുടെ. സോ ഈ AIയിൽ നമുക്ക് ഒരുപാട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം പ്രത്യേകം പറയേണ്ട 2-3 ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇതിൽ തന്നെ വന്നിട്ടുള്ള MS Copilot എന്നുള്ളത്. സോ MS Copilot ഒരുവിധം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ChatGPT പോലെ തന്നെയുള്ള വളരെ ഈസി ആയിട്ട് ഇൻട്രാക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഇൻട്രാക്റ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുന്ന, ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ് ബേസിക്കലി കോപൈലറ്റ് എന്നുള്ളത്. ആ MS Copilot നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് നമ്മുടെ പ്രൊഡക്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതിനുള്ളിൽ നമുക്കൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, മൈക്രോസോഫ്റ്റ് കോപൈലറ്റ് എന്നുള്ള ആപ്ലിക്കേഷൻ. ടിവിയുടെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. വൺസ് ഇത് ലോഗിൻ ചെയ്യുക, നമ്മുടെ മാജിക് മോഷൻ റിമോട്ട് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും, നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. നേരെ ആപ്ലിക്കേഷനിൽ പോവുക, സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ പേജ് ആയിരിക്കും നമുക്ക് മുമ്പിൽ വരാം. ഈ പേജിൻ്റെ ഉള്ളിൽ നമുക്കൊരു 3 to 4 seconds കഴിയുമ്പോഴത്തേക്കും ഈ ഒരു വിൻഡോ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഈ ലെറ്റ്സ് ടോക്ക് എന്നൊരു ഓപ്ഷൻ കണ്ടോ, അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇതിനോട് സംസാരിക്കാൻ പറ്റും. ടൈപ്പിംഗ് അല്ല, നമുക്ക് ഇതിനോട് സംസാരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നാവിഗേറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയൊന്നും നമുക്ക് നോക്കാം. സോ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ലെറ്റ്സ് ടോക്കിലേക്കാണ് പ്രസ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. Hey there, good to have you back. How many Indian regional languages do you speak? I can speak quite a few, including Hindi, Bengali, Tamil, Telugu, Marathi, and Malayalam. There's a real richness in India's linguistic diversity. Which one should we chat in? മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുമോ? മലയാളം സംസാരിക്കാം. എന്താണ് പറയാനത്? മോഹൻലാലിനെ പറ്റി ഒന്ന് പറയാമോ? ആക്ടർ മോഹൻലാൽ. മോഹൻലാൽ എന്ന പേര് കേട്ടാലത് മലയാളം സിനിമയുടെ കംപ്ലീറ്റ് ആക്ടർ എന്ന്. അവരുടെ ആക്ട് ചില ക്ലാസിക് ഫിലിംസിൽ നിന്ന് നടക്കുന്നുണ്ട്. ദൃശ്യം, കിരീടം തുടങ്ങിയ. ഒരു വേഴ്സറ്റൈൽ ആക്ടറും പത്മഭൂഷണും പത്മശ്രീയുമായി ചേരുന്ന ഒരു സംഭവനാണ്. സൂപ്പർ. സോ താങ്ക് യു ഫോർ ദാറ്റ്. സോ ഇതിൽ ഈ കണ്ട പോലെ തന്നെ വളരെ ഈസി ആയിട്ട് രസകരമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് മലയാളത്തിലൂടെ നമുക്ക് നമ്മുടെ ടി വിയിലൂടെ സംസാരിക്കാൻ പറ്റും. ഇതാണ് ആക്ച്വൽ MS Copilot ഒരു ടി വി ആയിട്ട് ഇൻ്റഗ്രേഷൻ വരുമ്പോഴൊരു സുഖകരമുള്ളൊരു കാര്യം. നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിലോ നമുക്ക് നേരെ പുറത്ത് പോയിട്ട് നോക്കേണ്ട കേസില്ല. ടി വിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. സെയിം ടി വിയിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ആക്സസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ കണക്ക് ചോദിക്കാം, ജിയോഗ്രഫിക്കൽ ആൻസേഴ്സ് ചോദിക്കാം, ഹിസ്റ്റോറിക്കൽ ആൻസേഴ്സ് ചോദിക്കാം. എന്ത് രീതിയിലുള്ള നമ്മുടെ നോർമലി മൊബൈലിൽ ChatGPT പോലുള്ള ആപ്ലിക്കേഷനിൽ വരുന്ന സിമിലർ ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്കിത് ഈസി ആയിട്ട് പറഞ്ഞു തരും. ഓൾറൈറ്റ്. സോ അതാണ് AI ബന്ധപ്പെട്ട് വരുന്ന സമയത്ത് MS Copilot എന്നുള്ളൊരു അടിപൊളി ഫീച്ചർ, ഒരു ഇന്റേണൽ ഇൻബിൽഡ് ഫീച്ചർ നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിലുണ്ട്. ഇനി അടുത്ത നമുക്ക് വേറൊരു ഫീച്ചർ കൂടി നോക്കാം. രണ്ടാമത്തത് നമ്മുടെ ടി വിയിലുള്ള AI വോയിസ് ID എന്നുള്ളൊരു അടിപൊളി ഫീച്ചറിന് വേണ്ടിയിട്ടാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ പ്രൊഫൈൽസിൻ്റെ ഉള്ളിൽ നമ്മുടെ വോയിസ് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലെറ്റ്സ് സേ നമ്മുടെ പല ടി വികൾ നോക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂസർ പ്രൊഫൈൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഒന്നിൽ നിന്നും വേറൊരു യൂസർ പ്രൊഫൈലിലേക്ക് നമുക്ക് പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ പോയി അതിനുശേഷം ഓരോ യൂസറിനെ നമുക്ക് എന്ത് ചെയ്യണം, മാനുവലി തന്നെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതിന് പകരം നമ്മുടെ വോയിസ് മനസ്സിലാക്കി ഇതിൻ്റെ ഉള്ളിലുള്ള AI സംവിധാനത്തിലൂടെ ഓട്ടോമാറ്റിക്കലി ഈ ടി വിയുടെ കംപ്ലീറ്റ് പ്രൊഫൈൽ സെറ്റിങ്സ് ആരുടെ വോയിസ് ആണോ അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലോ. അതിന് വേണ്ടിയിട്ടാണ് AIയുടെ വോയിസ് ID നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഇപ്പോൾ ഒരു യൂസർ പ്രൊഫൈൽ ഓൾറെഡി 2 യൂസർ പ്രൊഫൈൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇപ്പോൾ അജ്മൽ ആൻഡ് ആസിഫാണ് കിടക്കണേ, ഞാനിപ്പോൾ ഇത് ആസിഫിലേക്ക് ചേഞ്ച് ചെയ്തു, മാനുവലി നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് പോലെ ചേഞ്ച് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ആസിഫിലാണ് ഇത് കിടക്കുന്നത്. അതിനുശേഷം എൻ്റെ വോയിസ് കേൾക്കുന്ന സമയത്ത്, വോയിസ് കേൾക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു റിമോട്ടിൻ്റെ ഉള്ളിൽ ഏഡ് ഓപ്ഷൻ ഉണ്ട്. ഈ ഏഡ് ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ സെറ്റിങ്സ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാലോ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, എൻ്റെ പേരും പറയും, ഓട്ടോമാറ്റിക്കലി പ്രൊഫൈൽ ചേഞ്ച് ആവും. എക്സാമ്പിൾ, ഓപ്പൺ യൂട്യൂബ്, യു സീൻ ദാറ്റ്. അതിനുശേഷം എൻ്റെ പേരും അതിൽ പറയും, ലൈക്ക് ദാറ്റ്. സോ ദാറ്റ്സ് ഇറ്റ്. നേരെ നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിലേക്ക് കയറി പ്രൊഫൈൽ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആയി. ഞാനിപ്പോൾ ഇനി ഇവിടെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് സെറ്റിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ ചേഞ്ച് ചെയ്തതിൽ നിന്ന് വിഭിന്നമായിട്ട് കണ്ടോ അജ്മലിലേക്ക് ഓട്ടോമാറ്റിക്കലി മാറി. സോ ബ്യൂട്ടിഫുൾ അല്ലേ? നമുക്ക് ഇതുപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐഡീസ് ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വോയിസിൻ്റെ ഉള്ളിൽ നമ്മുടെ കിഡ്സിനൊന്ന് കൊടുക്കാം, നമ്മുടെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സിന് വേറെ കൊടുക്കാം, എനിക്ക് സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ വേറെ കൊടുക്കാം. എൻ്റെ സെറ്റിങ്സും യൂസറുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കണ്ടന്റ്സും ഈ ഒരു പ്രൊഫൈൽ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. ദാറ്റ് ഇസ് ട്രൂ AI അല്ലേ? സോ ഇപ്പോൾ 2 അടിപൊളി ഫീച്ചേഴ്സ് AI ആയിട്ട് ബന്ധപ്പെട്ട പറഞ്ഞു. ഇനി മൂന്നാമതൊരു ഫീച്ചറും കൂടി ഉണ്ട്, അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് ചിലപ്പോൾ നമ്മുടെ ഷോറൂമിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ വീട്ടിൽ പോയി നോക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് മടിയാണ്, ഇതിൻ്റെ സെറ്റിങ്സിൻ്റെ ഉള്ളിലൊക്കെ പോയി ഇത് നോക്കണ്ടേ, ഇതെങ്ങനെയാണ് കറക്റ്റായിട്ട് യൂസേജ്, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ക്രീനിൻ്റെ എന്തെങ്കിലും ഡിഫറൻസ് വരുമോ, എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ള പേടിൽ കൂടുതൽ ആളുകൾ എന്ത് ചെയ്യാറില്ല, മൊത്തമായിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കാറില്ല. ഇനി ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിലോ ഒന്നില്ലെങ്കിൽ നേരെ സർവീസ് സെൻറ്ററിൽ വിളിക്കും, അതല്ലെങ്കിൽ വാട്സപ്പ് വഴി കസ്റ്റമർ കെയർസിൽ സംസാരിക്കും, അല്ലെങ്കിൽ നേരെ ഷോറൂമിൽ പോയി അവിടുത്തെ സെയിൽസ് എക്സിക്യൂട്ടീവിനായിട്ട് സംസാരിക്കും അല്ലേ? പല രീതിയിൽ പല സമയമെടുത്ത് ചെയ്യുന്ന ഒരു പ്രോസസ്സായിട്ട് ഇതിനെ മാറ്റാറുണ്ട്. അതിന് പകരം നമ്മൾ ഈ ഒരു TV LGയുടെ AI TV കൊടുക്കുന്ന സമയത്ത് ഒരു AI അസിസ്റ്റന്റിനും കൂടിയാണ് കൊടുക്കുന്നത് ഇന്റേണലി. അത് 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഏത് നമ്മുടെ TVയുടെ റിമോട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതായത് ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ പിക്ചർ മോഡ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ റിമോട്ടിനോടൊന്ന് പറഞ്ഞാൽ മതി, അത് ഓട്ടോമാറ്റിക്കലി പിക്ചർ മോഡ് ചേഞ്ച് ചെയ്ത് തരും. അല്ലെങ്കിൽ ഇന്റേണൽ ഫീച്ചേഴ്സ് എന്തെങ്കിലും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞാൽ മതി. ഒരു ഉദാഹരണം, ഇപ്പോൾ പിക്ചർ മോഡ് ചേഞ്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അതേ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ഒരു വിവിഡിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. വിവിഡിലേക്കോ അതല്ലെങ്കിൽ സിനിമയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലെറ്റ്സ് ട്രൈ ദാറ്റ് റൈറ്റ്. ഞാൻ ഇപ്പോൾ എൻ്റെ AIയുടെ ബട്ടണിൽ പ്രസ് ചെയ്യാണ്, ചേഞ്ച് പിക്ചർ മോഡ് ആസ് സിനിമ. Okay, I switch to cinema mode. That's it. 3 സെക്കൻഡ് കൊണ്ട് എൻ്റെ എൻറ്റയർ സ്ക്രീനിൻ്റെ മോഡ് നമുക്ക് സിനിമയിലേക്ക് മാറ്റി. ഇനി സെയിം നമുക്ക് വിവിഡിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് പിക്ചർ മോഡ് ആസ് വിവിഡ്. Okay, I switch to See vivid that? mode. You see that? അത്രയും സിമ്പിളായിട്ട് നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ചില ആളുകൾ പറയും ഇത് മാത്രം പോരാ, ഇത് പറയുന്നതിന് പകരം നമുക്ക് ചെയ്ത് എങ്ങനെ കാണിക്കാൻ പറ്റും എന്നുള്ളത്. അതിനാണ് നമുക്കിവിടെ ഒരു സെറ്റിങ്സ് ബട്ടൺ ഇല്ല, നമ്മുടെ ഈ സെറ്റിങ്സ് ബട്ടൺ നിൽക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ചാറ്റ് ബോട്ടിനെ കിട്ടും, ഒരു AIയുടെ ചാറ്റ് ബോട്ടിനെ കിട്ടും. നമുക്ക് ഇതിനോട് എന്ത് ചെയ്യാം, സംശയങ്ങൾ ചോദിക്കാം. അത് ജസ്റ്റ് ടൈപ്പ് ചെയ്യലല്ല. How can I help Wait. you? Select your inquiries and I will resolve them quickly. മീൻസ് സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ടതാണോ, സൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടാണോ, കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണോ? ഞാനിപ്പോൾ എന്തെങ്കിലും സ്ക്രീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംശയം ഇതിനോട് ചോദിക്കാമെന്ന് വിചാരിച്ചോ, എനിക്ക് അതിൻ്റെ What is അടിയിൽ wrong with the screen? കുറേ ഓപ്ഷൻസ് തരും, വാട്ട് ഈസ് റോങ് വിത്ത് ദ സ്ക്രീൻ എന്നുള്ളത്. അപ്പോൾ പറയും എനിക്ക് ചിലപ്പോൾ നോ സിഗ്നൽ എന്ന് വരുന്നു, അതിനെങ്ങനെ ചേഞ്ച് ചെയ്യണം, അത് ഹെൽപ്പ് ചെയ്ത് തരും. ഇപ്പോൾ സ്ക്രീൻ ഇസ് ഡാർക്ക് ആണെങ്കിൽ നമുക്കത് ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണോ, ഹെൽപ്പ് By ചെയ്യും. optimizing the screen settings, you can watch on a brighter and clearer screen. യു സീ ദാറ്റ്? നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യണമെന്ന് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് പിക്ചറിൽ പോയിട്ട് അവിടെ നിന്ന് ഓരോ സെറ്റിങ്സ് എടുത്ത് നോക്കേണ്ട കേസില്ല. ഒരൊറ്റ ക്ലിക്കിൽ എൻറ്റയർ TVയുടെ സെറ്റിങ്സ് നമുക്ക് സഹായിക്കാവുന്ന രീതിയിൽ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ഈ പ്രൊഡക്റ്റിനുള്ളിൽ ഒരു AI ചാറ്റ് ബോട്ട് ഉണ്ട്. സോ AIയുടെ ഇനിയും ഒരുപാട് AI പിക്ചർ വിസാർഡ്, AI സൗണ്ട് വിസാർഡ് പോലുള്ള നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഫീച്ചേഴ്സ് എക്സ്ട്രാ ഉണ്ട്. ബട്ട് ദീസ് 3 ഫീച്ചേഴ്സ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു TV വാങ്ങിക്കുന്ന സമയത്ത് ഇത്രയും നല്ല ഫീച്ചേഴ്സ് ഉള്ള, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള, AI ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ഫീച്ചറുള്ള പ്രൊഡക്റ്റ് തന്നെ എന്ത് ചെയ്യണം, നോക്കി വാങ്ങിക്കണം. സിമ്പിളാണ് റൈറ്റ്. ഇനിയും AI ആയിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഫീച്ചേഴ്സ് ഇതിലുണ്ട്. ഈവൻ നമ്മുടെ പ്രൊസസ്സേഴ്സ്, നമ്മുടെ ഈവൻ UHDയിലാണെങ്കിലും ശരി, ചെറിയ TVസിലാണെങ്കിലും ശരി, എല്ലാ TVകളിലും നമ്മൾ പ്രൊസസ്സർ ഉൾപ്പെടെയുള്ള TVസാണ് കൊടുക്കുന്നത്. വേറൊന്നുമല്ല,
കാലം മാറുന്നതിനനുസരിച്ച് സ്മാർട്ട് ടി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വെബ് ബ്രൗസറാണ് എന്നല്ല വിചാരിക്കണ്ടേ. അതൊക്കെ മാറി ഒരുപാട് ടെക്നോളജി വളർന്നു. അതിനനുസരിച്ച് സെറ്റിങ്സും സൗകര്യങ്ങളും ഉള്ള ഒരു ടി വി ആണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കേണ്ടത്, കസ്റ്റമേഴ്സ് വാങ്ങേണ്ടത്. ഓക്കെ, സോ ഇതാണ് എയുടെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനിയും വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ് ഓൺ. താങ്ക് യു.